നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വിനാശകരമായിട്ടുള്ളൊരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ ആഗോള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക മിസൈൽ സാങ്കേതികവിദ്യ കൈമാറാൻ തയ്യാറാണെന്ന് കിം പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പ്രാപ്തിയുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന ഭീഷണിയാണ് ഉത്തര കൊറിയ ഇപ്പോൾ ഉയർത്തുന്നത്. നിലവിൽ ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക മേഖലകളിലും മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും നിരവധി ഉത്തര കൊറിയൻ വിദഗ്ധർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടാൽ ഉത്തര കൊറിയ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമെന്ന കടുത്ത മുന്നറിയിപ്പും കിം നൽകി. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങളെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിച്ച കിം റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാനൊപ്പം അണിനിരക്കുന്നത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കാനിടയുണ്ട്. ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണയുമായിട്ട് രംഗത്തുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം സൈന്യത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ കടുത്ത വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിന്നാൽ അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുമെന്ന് പെൻറ്റഗൺ ഉദ്യോഗസ്ഥർ വൈറ്റ് ഹൗസിനെ അറിയിച്ചു കഴിഞ്ഞു. ശത്രു മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കുന്ന ഇൻ്റർസെപ്റ്ററുകളുടെയും വിഖ്യാതമായ ടോമാഹാക്ക് ക്രൂയിസ് മിസൈലുകളുടെ ഒക്കെ തന്നെ ശേഖരം അപകടകരമായിട്ടുള്ള രീതിയിൽ കുറയുന്നുവെന്നാണ് ജനറൽ ഡാൻ കെയ്ൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങളുടെ പക്കൽ ആയുധങ്ങൾക്ക് കുറവില്ലെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും $50 ബില്യൺ അടിയന്തര സൈനിക ബജറ്റ് പെൻറ്റഗൺ ആവശ്യപ്പെട്ടത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആശങ്കകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാസത്തിൽ 100-ലധികം മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാൻ്റെ ശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഉൽപ്പാദന നിരക്ക് പിന്നിലാണ് എന്നത് വലിയൊരു പോരായ്മയായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ തന്ത്രങ്ങൾ വളരെ ആസൂത്രിതമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഇതുവരെ യുദ്ധകളത്തിൽ ഇറക്കിയിട്ടില്ലെന്ന് ഇറാൻ്റെ പ്രതിരോധ വക്താവ് റസീം തലായി വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുവിൻ്റെ മിസൈൽ ശേഖരം പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിൽ തീർക്കുക എന്ന നയമാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. അമേരിക്ക വിക്ഷേപിക്കുന്ന ഓരോ ഇൻ്റർസെപ്റ്റർ മിസൈലിനും കോടിക്കണക്കിന് രൂപ ചിലവ് വരുമ്പോൾ ഇറാൻ അയക്കുന്ന ഡ്രോണുകൾക്കും മിസൈലുകൾക്കും അതിൻ്റെ 10-1 ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഈ സാമ്പത്തിക ലാഭം ദീർഘകാലം യുദ്ധം തുടരാൻ ഇറാനെ സഹായിക്കുന്നു. കൂടാതെ പർവ്വതങ്ങൾ തുരന്ന് 500 മീറ്റർ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള അത്യാധുനിക മിസൈൽ സിറ്റികൾ തകർക്കുക എന്നത് അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. ഇറാൻ്റെ പക്കലുള്ള അതിവേഗ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പോഴും ഇത്തരം സുരക്ഷിത കേന്ദ്രങ്ങളിൽ സജ്ജമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. സ്പെയിനുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തള്ളിക്കളഞ്ഞു. ഇറാൻ്റെ ആണവ നിലപാടുകളെ എതിർക്കുമ്പോഴും അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരാജയമാണെന്നാണ് കാനഡയുടെ പക്ഷം. ആക്രമണത്തിന് മുൻപ് സഖ്യകക്ഷിയായ തങ്ങളുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്ന കാനഡയുടെ പരാതി നാറ്റോ സഖ്യത്തിനുള്ളിലെ വിള്ളലുകളെ പരസ്യമാക്കിയിരിക്കുകയാണ്. പല പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ്. ഈ നയതന്ത്ര പരാജയങ്ങൾക്കിടയിലും ഇസ്രായേലിലെ ടെൽ അവീവ്, ഹൈഫ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് ജനങ്ങൾ ഈ വലിയ ദുരന്തത്തിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടുന്നത്. ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനി പുതിയ നേതാവായിട്ട് അധികാരമേറ്റെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഈ അധികാര കൈമാറ്റം തടസ്സപ്പെടുത്താൻ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായെങ്കിലും അവ പരാജയപ്പെട്ടതായിട്ടാണ് സൂചന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ 10ാം സ്ഥാനത്തുള്ള ഇറാൻ തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറുന്ന ഏത് ശക്തിയെയും നേരിടാൻ സന്നദ്ധ സൈനികരെ സജ്ജമാക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നേരിട്ടതിനേക്കാൾ വലിയൊരു ദുരന്തം ഇറാൻ്റെ മലനിരകളിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ലക്ഷക്കണക്കിന് വരുന്ന പരിശീലനം ലഭിച്ച ഗറില്ല പോരാളികൾക്ക് ഇറാൻ്റെ ഭൂപ്രകൃതി വലിയൊരു ആയുധമാണ്. ഇതുതന്നെയാണ് ഒരു കരയുദ്ധത്തിന് മുതിരാനായിട്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്നോട്ട് വലിക്കുന്ന പ്രധാന ഘടകം. ചുരുക്കത്തിൽ ഇസ്രായേലിനെ സുരക്ഷിതമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്ത്രപരമായിട്ടുള്ള ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അവസ്ഥയിലാണ്. ഇറാനും ഉത്തര കൊറിയയും റഷ്യയും ചേർന്ന പുതിയ പ്രതിരോധ സഖ്യം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. സാമ്പത്തികമായും സൈനികമായും ഒരു ദീർഘകാല യുദ്ധത്തെ താങ്ങാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നതും പ്രധാന ചോദ്യമാണ്. ഹൈഫയിലെയും അതോടൊപ്പം തന്നെ ടെൽ അവീവിലെയും തകർന്ന കെട്ടിടങ്ങളും പെൻറ്റഗണിലെ മിസൈൽ ക്ഷാമവും സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധഗതി അപ്രതീക്ഷിതവും ഭയാനകവുമായിട്ടുള്ള ഒരു അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ്. വരും ദിവസങ്ങളിൽ ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും നീക്കങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറും.